എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ സഹായം നിനക്ക് വേണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ തൃപ്തി നിനക്ക് വേണോ? ഒരു യാസീനെങ്കിലും ഓതടാ ചെറുപ്പക്കാരാ. ഉസ്താദന്മാര് പടച്ചവനെ വീട്ടിൽ വരുമല്ലോ, കല്യാണ വീട്ടിൽ വന്നാലും യാസീനോതും, മരണ വീട്ടിൽ പോയാലും യാസീനോതും, പടച്ചവനെ മൗലിദിന് പോയാലും യാസീനോതും, പുതിയ വീട്ടിൽ താമസം കേറാൻ പോയാലും യാസീനോതും. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്തിനാ മോനെ യാസീനോതുന്നത്? എന്തിനാണ് യാസീനോതുന്നത്? പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് പോയാലും യാസീനല്ലേ ഓതുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, വീടിന്റെ അകത്ത് സമയം കിട്ടുമ്പോ യാസീനോദണേ, കടക്കകത്ത് പോകുമ്പോ യാസീനോദണേ, വാഹനത്തിൽ കയറുമ്പോ യാസീനോദണേ. എന്തേ കാര്യമെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ തൃപ്തി നിനക്ക് ലഭിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, സഹാബാ, ഏതെങ്കിലും ഒരു മനുഷ്യനെ യാസീനോതുമ്പോ അവന്റെ മനസ്സിലെ ആഗ്രഹം എന്താണോ അല്ലാഹ് അത് കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, യാസീൻ ഓതുന്ന സമയത്ത് നിന്റെ ആഗ്രഹം എന്താണ്? പടച്ചവനെ, എന്റെ കച്ചവടത്തിൽ ബർക്കത്ത് വേണം തമ്പുരാന്, എന്റെ വീട്ടിൽ എനിക്ക് സമാധാനം വേണം തമ്പുരാന്, എന്റെ രോഗങ്ങൾ മാറണം തമ്പുരാന്, എന്റെ സർവ്വ പ്രയാസങ്ങളും മാറണം തമ്പുരാന്. യാസീൻ ഓതുന്ന സമയത്ത് എന്തിനു വേണ്ടിയാണോ നീ ഓതുന്നത് അല്ലാഹു അത് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ, ഒന്ന്, ഒരാൾ യാസീൻ ഓതുമ്പോൾ മനസ്സിൽ എന്തിനു വേണ്ടി എന്ത് കരുതിയിട്ടാണോ ഓതുന്നത് അത് അല്ലാഹു അവന് കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്താണോ എന്തിനു വേണ്ടിയാ യാസീൻ ഓതുന്നത് ആ നിയ്യത്തിനനുസരിച്ച് നിനക്ക് കിട്ടും. രണ്ട്, ദുആ ചെയ്താ സ്വീകരിക്കും. യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താ സ്വീകരിക്കും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, പള്ളിക്കാട്ടിൽ പോയി ഖബറിന്റെ ചാരത്ത് നിന്ന് ആരെങ്കിലും ബഖറ ഓതുവോ? ഖുർആനിൽ 114 സൂറത്തുണ്ട്, എല്ലാരും ഓതുന്നത് യാസീന. എന്തേ വേറെ സൂറത്ത് ഓതാത്തെ? എന്തിനാ ഖബറിന്റെ ചാരത്ത് പോയി നിന്നിട്ട് യാസീൻ ഓതുന്നത്? എടാ പൊന്നാര ചങ്ങാതി, അവിടെ നിന്നുകൊണ്ട് യാസീൻ ഓതിയാൽ ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന നിന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും 40 ദിവസം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട്, അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യനോട് 40 ദിവസം അല്ലാഹു കരുണ കാണിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ വാപ്പ മണ്ണിനടി കിടക്ക, നീ അവിടെ നിന്ന് യാസീൻ ഓതിയാൽ 40 ദിവസം നീ യാസീൻ ഓതിയതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു കരുണ കാണിക്കും. അതുകൊണ്ട് ആ ഖബറിന്റെ ചാരത്ത് പോയി യാസീൻ ഓതാൻ പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് നല്ല കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോഴും ഒരു യാസീൻ ഓത്, ഒന്ന് ഖുർആൻ ഓതി. യാസീൻ ഓതണമെന്ന് ഞാൻ അതിന്റെ മഹത്വം മാത്രമേ പറഞ്ഞുള്ളൂ. ഒരു ഇഖ്ലാസ് എങ്കിലും നീ ഓത്. ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂറത്ത് നീ ഓത്. അതിലൂടെ അല്ലാഹുവിന്റെ റസൂലിന്റെ തൃപ്തിയും സഹായവും നിനക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വിശദീകരിക്കുന്നില്ല. 4, 5-ാമത്തെ കാര്യം, ലാസ്റ്റ് 5-ാമത്തെ കാര്യം, എന്റെ പ്രിയപ്പെട്ടവരെ, 2 റക്അത്ത് നമസ്കരിച്ചു, അല്ലാഹനെ ഏൽപ്പിച്ചു. അല്ലാഹുവേ, കുടുംബക്കാരോട് മുശാവറ ചെയ്തു. 3, സദഖ കൊടുത്തിട്ട് അല്ലാഹുവിന്റെ സഹായം വാങ്ങി. 4, ഖുർആൻ ഓതിയിട്ട് മുത്തുനബിയുടെ തൃപ്തി നേടി. 5-ാമത്തെ കാര്യം എന്തെന്നറിയുമോ? നിന്റെ ഉപ്പാനോടും ഉമ്മാനോടും നീ പറയണേ, അവരുടെ ദുആ വാങ്ങണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മാതാപിതാക്കളുടെ പൊരുത്തമുണ്ടോ? മാതാപിതാക്കളുടെ ദുആയുണ്ടോ? അതിനേക്കാളും ലോകത്തൊന്നുമില്ലല്ലോ. ഉമ്മയെക്കാളും വലിയ ആരുണ്ടടാ ചെറുപ്പക്കാരാ? ഉമ്മയുടെ ദുആ കാരണം രക്ഷപ്പെട്ട എത്രയോ പേരുണ്ട്. അല്ലാഹുവേ, ജനിച്ചപ്പോൾ കണ്ണിന്റെ കാഴ്ചയില്ലാത്ത മകന് ദുആ ചെയ്തിട്ടല്ലേ ഉമ്മ കാഴ്ച തിരിച്ചു വാങ്ങിക്കൊടുത്തത്. തുരിസീനാ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി പോകുന്ന മൂസാ നബി കാല് തെറ്റി വീണപ്പോ അല്ലാഹു പറഞ്ഞു, മൂസാ, ഇനി ദുആ ചെയ്യാൻ ഉമ്മയില്ല, സൂക്ഷിച്ച് നടന്നു പോകും മൂസാ. പടച്ചവനെ,
മാതാപിതാക്കളുടെ ദുആ വേണം. നീ വണ്ടിയെടുത്ത് വീടിന്റെ മുന്നിൽ കൊണ്ടുപോയി ഇട്ടപ്പോഴാണ് ഉമ്മ ചോദിച്ചു, ആരുടെ വണ്ടിയാ? നീ ഒരു വലിയ വണ്ടി വാങ്ങി വീടിന്റെ മുറ്റത്ത് കൊണ്ടുപോയപ്പോ ഉമ്മ ചോദിച്ചു, ആരുതാ? ഉമ്മ, ഞാൻ വാങ്ങിയതാ. വാങ്ങിച്ചതിന് ശേഷം ഒരു പുതിയ എന്താടാ മോനെ വല്ലാതെ ഇരിക്കുന്നത്? രാത്രി നോക്കുമ്പോ പടച്ചവനെ വിഷമിച്ചിരിക്കാ മോൻ. എന്തേ മോനെ ബെഡ്റൂമിൽ കേറുന്നില്ലേ? എന്തേ പോയി കിടന്നുറങ്ങാത്തത്? ഒരു കച്ചവടം തുടങ്ങി, ഉമ്മ അറിഞ്ഞിട്ടില്ല, മൊത്തവും നഷ്ടത്തിലായി. വീടിന്റെ അകത്ത് പെണ്ണുമ്പിള്ളയുടെ മുന്നിൽ ചെന്നപ്പോ അവള് പറയാ, നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായിട്ട് വീടിന്റെ അകത്ത് കയറി ചെന്ന് മണിയറക്കകത്ത് പോയപ്പോ കൂടെ കിടക്കുന്നവള് പറയാ, നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. അന്നേ ഞാൻ പറഞ്ഞില്ലേ അവിടുന്ന് സമാധാനമില്ലാതെ വീടിന്റെ ഹാളി വന്നിട്ട് ചാരി കിടക്കുമ്പോ ഉമ്മ വന്ന് തലേ കൈവച്ചിട്ട് ചോദിക്കുന്നു, എന്തേ മോനെ കച്ചവടമൊക്കെ നഷ്ടത്തിലായി ഉമ്മ, എല്ലാം പോയി ഉമ്മ. പോട്ടെ മോനെ, അല്ല ഉണ്ടല്ലോ. അതാ ഉമ്മ. ഉമ്മാനോട് നീ പറഞ്ഞിട്ട് പോലുമില്ല. നിന്റെ സർവ്വതും നഷ്ടപ്പെട്ട് കിടക്കുമ്പോഴും ഉമ്മ തലേക്ക് വെച്ചിട്ട് പറയാ, അൽഹംദുലില്ലാ, ഞാൻ ഉണ്ടല്ലോ, അല്ല ഉണ്ടല്ലോ മോനെ, എല്ലാം അല്ല തരും. ഇതാ ഉമ്മ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളിൽ പലരും ഉമ്മാനോടും വാപ്പാനോടും ഒന്നും പറയാറില്ല. എത്ര മക്കളുണ്ട് ദുആ ചെയ്യിപ്പിക്കുന്ന? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന എത്രയോ സമ്പന്നന്മാരുണ്ട്. ആ സമ്പന്നന്മാര് കച്ചവടം കഴിഞ്ഞ് രാത്രി വീട്ടിൽ പോകുമ്പോ നേരെ താക്കോല് കൊണ്ടുപോയിട്ട് ഉമ്മാടെ തലകണിക്കടിയിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഉമ്മാടെ അടുത്ത് നിന്ന് സംസാരിക്കും, എന്നിട്ട് റൂമിൽ പോവാ. രാവിലെ കച്ചവടത്തിന് പോകാൻ ഇറങ്ങുമ്പോ ഒരുങ്ങി നേരെ വന്ന് ഉമ്മാടെ തലയിൽ നെറ്റിയിൽ ഉമ്മ കൊടുത്തിട്ട് പറയും, ഉമ്മ താക്കോലൊന്ന് എടുത്ത ഉമ്മ, അൽഹംദുലില്ലാ, കയ്യിലെടുത്ത് കൊടുക്കും. എത്രയോ നല്ല സമ്പന്നന്മാർ. ആ ഉമ്മയുടെ ദുആ, ഉമ്മയുടെ പ്രാർത്ഥന. നമ്മളോ പെണ്ണുമ്പിള്ളയുടെ കൈ കൊണ്ടുപോയി പൈസയും താക്കോലും കൊടുത്തിട്ട് പറയും, വെച്ച് പൂട്ടിക്കൊള്ളാൻ, എന്നിട്ട് ഉമ്മാടെ മുന്നിൽ പോകും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം ഭാര്യയോട് എല്ലാം പറയും. ഉമ്മാനോട് പറയാറുണ്ടോ? വാപ്പാനോട് പറയാറുണ്ടോ? ഞാനും നിങ്ങളും ഒരു കാര്യവും പറയില്ല. ബെഡ്റൂമിന്റെ അകത്ത് കിടന്നിട്ട് ചർച്ച ചെയ്യുമ്പോഴാ അടുത്ത് വെളിയിരിക്കണം ഉമ്മ കേൾക്കണത് പലതും. ഉമ്മാരോടൊന്നും പറയാറില്ല. നമ്മളൊക്കെ ഉമ്മയ്ക്ക് വലിയ പരിഗണനയും കൊടുക്കാറില്ല. അതൊക്കെ നിസ്സാരമായിട്ട് തള്ളിക്കളയുകയാ. എങ്കിലൊരൊറ്റ ചരിത്രം പറയാം. ഈ സദസ്സിലിരിക്കുന്ന സർവ്വ ഭർത്താക്കന്മാരോടും നിങ്ങളുടെ കരിംഹൃദയത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് കരിമ്പാറയിൽ എഴുതി വെച്ചതുപോലെ എഴുതി വെച്ചോ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സ്വഹാബികളെ കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അൽകമയ്ക്ക് ഷഹാദത്ത് കലിമ പറയാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാണ് അൽകമ. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ സ്വഹാബികൾ അടുത്ത് ചെന്ന് നിന്നിട്ട് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പക്ഷേ പറയണമെന്നുണ്ട്, നാവ് പൊങ്ങുന്നില്ല, പറയാൻ കഴിയുന്നില്ല. സ്വഹാബികൾ മുത്തുനബിയുടെ ചാരത്ത് വന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ റസൂലുള്ള ചോദിച്ചത് 2 ചോദ്യമാ. ഒന്നാമത്തെ ചോദ്യം എന്തെന്നറിയുമോ? അൽകമ നിസ്കരിക്കുമോ സ്വഹാബ? അൽകമ നിസ്കരിക്കുമോ സ്വഹാബ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, 5 നേരവും നിസ്കരിക്കുന്ന സ്വഹാബിയാ. രണ്ടാമത്തെ ചോദ്യം, ഉമ്മയുമായിട്ട് എങ്ങനെയാണ്? ഉമ്മയുമായിട്ട് എങ്ങനെയാണ്? മുത്തുനബിയേ, രണ്ടുപേരും വല്ലാത്ത സ്നേഹമാ. ഉമ്മയും മകനും വല്ലാത്ത സ്നേഹമാ. റസൂലുള്ള പിന്നെയും ചോദിച്ചു, ഉമ്മയ്ക്ക് വല്ല പരാതിയുമുണ്ടോ? അൽകമയുടെ ഉമ്മയ്ക്ക് എന്തെങ്കിലും പരാതിയുണ്ടോ? മുത്തുനബിയേ, ഒരു പരാതിയുണ്ട് നബിയേ, ഒരു പരാതിയുണ്ട് നബിയേ. എന്തേ പരാതി എന്നറിയുവോ? ഈ സദസ്സിലിരിക്കുന്ന ഭർത്താക്കന്മാര് കേൾക്കാറ്. ആ ഉമ്മ കൊടുത്ത പരാതി എന്തെന്നറിയുമോ? അൽകമ റളിയല്ലാഹു തആല അൻഹു എന്ത് കാര്യവും ആദ്യം പറയുന്നത് ഭാര്യയോടാ. എന്ത് കാര്യവും ആദ്യം പറയുന്നത് ഭാര്യയോടാ. രണ്ടാമതേ ഉമ്മയോട് പറയൂ. ഉമ്മയ്ക്കുണ്ടായിരുന്ന പരാതി അതാണ്. റസൂലുള്ള വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ഉമ്മാന്റെ അടുക്കൽ പൊന്നുമോനെ കുറിച്ച് ചോദിക്കുമ്പോ, യാ റസൂലല്ലാഹ്, എന്റെ മോൻ നല്ല
നല്ലവനാണ്, എനിക്കവനോട് സ്നേഹമുണ്ട്. പക്ഷേ എനിക്കൊരേ ഒരു പരാതിയുണ്ട്, അവന്റെ ഉമ്മ ഞാനല്ലേ നബിയേ? പട്ടിണി കിടന്നിട്ട് വളർത്തിയത് ഞാനല്ലേ, പാല് കൊടുത്ത് വളർത്തിയത് ഞാനല്ലേ? ഉമ്മയ്ക്ക് പകരം വെക്കാൻ ആരെ പറ്റുമടാ? ഗർഭം ചുമന്നതു 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, പാലൂട്ടി നിന്നവ വളർത്തലും അവളാണ്. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്, ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്. പ്രസവിച്ചതും ഗർഭം ചുമന്നതും പാല് തിന്നതും ഉമ്മയാണ്. അതുപോലെ കഷ്ടപ്പെട്ട് വളർത്തി എന്നെക്കാളും സ്നേഹം ഇന്നലെ വന്നവളോടാണ് നബിയേ. അവനെല്ലാ കാര്യവും പറയുന്നത് അവളോടാണ്. രണ്ടാമത് എന്നോട് പറയൂ, പക്ഷേ ഒന്നാമത് പറയേണ്ടത് എന്നോടല്ലേ നബിയേ? എന്റെ മനസ്സിൽ വേദനയുണ്ട് നബിയേ, എന്റെ മനസ്സിൽ വേദനയുണ്ട് നബിയേ. റസൂലുള്ളാഹി പറയുന്നു, ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നാവ് പൊങ്ങുന്നില്ല, ഒന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കുമോ ഉമ്മ? യാ റസൂലല്ലാഹ്, കഴിയില്ല നബിയേ, എനിക്കതിന് കഴിയില്ല നബിയേ. ഉമ്മാനെ തല്ലിയതിന്റെ പേരിലല്ല, പട്ടിണി കിട്ടതിന്റെ പേരിലല്ല, അടിവയറ്റിലെ ചവിട്ടിയതിന്റെ പേരിലല്ല, വൃദ്ധസദനത്തിൽ കൊണ്ട് വലിച്ചെറിഞ്ഞതിന്റെ പേരിലല്ല, ഉമ്മാനെ പുഴുത്തു നാറുന്ന അവസ്ഥയിൽ വീടിന്റെ അകത്ത് കടത്തിയതിന്റെ പേരിലല്ല, തന്റെ ഉമ്മയെക്കാൾ ആദ്യം ഭാര്യയോട് പറഞ്ഞതിന്റെ പേരിലാ. ചരിത്രം പറയുകയാണ്, അവസാനം ആ ഉമ്മയുടെ പൊരുത്തം കിട്ടിയതിന് ശേഷമാണ് അൽക്കമയുടെ നാവ് പൊങ്ങിയതെന്ന് ചരിത്രം പറയുമ്പോ ഒരു സ്വഹാബിയുടെ ചരിത്രമാ മോനെ. അതുകൊണ്ട് ഭാര്യയെക്കാൾ ഉമ്മയെക്കാൾ സ്ഥാനം ഭാര്യക്ക് കൊടുക്കുന്ന ഒരുപാട് മക്കളുണ്ട്. കേറി വന്ന പെണ്ണിനാണ് ഉമ്മയെക്കാളും വലിയ പരിഗണന. അത് നിന്റെ നാശത്തിന് അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അൽക്കമ റളിയല്ലാഹു തആല അൻഹു ഉമ്മാനോട് പറയാത്ത മോനല്ല, ഭാര്യയോട് പറഞ്ഞതിന് ശേഷമേ വന്ന് ഉമ്മാനോട് പറയത്തുള്ളൂ. ഇതിന്റെ പേര് മനസ്സ് വേദനിച്ചപ്പോഴാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നാവ് പൊങ്ങാതിരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെയും നിങ്ങളുടെ അവസ്ഥ ആലോചിക്കുക. എന്റെയും നിങ്ങളുടെയും അവസ്ഥ നമുക്ക് ഇതുവരെ പലർക്കും ഉമ്മാടെ ഒരു വാക്ക് മതി, ഉമ്മാടെ ഒരു വാക്ക് മതി, ഉമ്മ ഒന്നും പറയണമെന്നില്ല. നിങ്ങൾ ചരിത്രം എടുത്ത് നോക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, ജുറൈജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, വിവാഹം പോലും കഴിച്ചിട്ടില്ല. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിനെ വല്ലാതെ ഭയന്ന് ജീവിക്കുന്ന ചെറുപ്പക്കാരനാ. വീട്ടിൽ നിന്നപ്പോ ഉമ്മാന്റെ കൂടെ നിന്നപ്പോ നിസ്കാരം ഒന്നും നടക്കുന്നില്ല. ജുറൈജ് ഞങ്ങൾ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ ഞാൻ ഒറ്റയ്ക്ക് പൊക്കോട്ടെ ഇബാദത്ത് ചെയ്യാൻ? ഉമ്മ അനുവാദം കൊടുത്തു. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു വന്നൊരു തമ്പ് കെട്ടിയിട്ട് രാവും പകലും ഇബാദത്ത. ഉമ്മയ്ക്ക് ഒരു ദിവസം തോന്നി മോനെ ഒന്ന് കാണാൻ, മകനെ ഒന്ന് കാണാൻ. അങ്ങനെ ഒരിക്കൽ ഉമ്മ തന്റെ മകൻ ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിനെ കാണാൻ വീടിന്റെ മുന്നിൽ പോയി. മോനെ ജുറൈജ്, മോനെ ജുറൈജ്. ഉമ്മ വീടിന്റെ വെളിയിൽ നിന്ന് വിളിക്കുക. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു നിസ്കരിച്ചുകൊണ്ടിരിക്കുക. ജുറൈജ് തങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാ. അപ്പോഴാണ് ഉമ്മ വെളിയിൽ നിന്ന് വിളിക്കുന്നു, മോനെ ജുറൈജ്. ജുറൈജ് തങ്ങൾ വിചാരിച്ചു നിസ്കാരത്തിലല്ലേ, സലാം വീട്ടിയിട്ട് വിളിക്കുത്തരം നൽകാം. ഉമ്മ ഇങ്ങനെ വീടിന്റെ പുറത്ത് കാത്തു നിന്നു. മോൻ വിളിക്കുത്തരം നൽകാതെ വന്നപ്പോ തിരിച്ചുപോയി. സത്യത്തിൽ നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടിക്കഴിഞ്ഞാൽ ആ കൈ അടിക്കാൻ പറ്റുമോ? നിസ്കരിക്കാൻ കൈകെട്ടി അടിക്കാൻ പറ്റുമോ? വെടികൊണ്ടതുപോലെ ഇരിക്കണ ചങ്ങാതി. ഞാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാ, ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുക. സുന്നത്ത് നിസ്കരിക്കുക ഫർദല്ല. ഞാൻ ഇങ്ങനെ സുന്നത്ത് നിസ്കരിച്ചു. 4 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തില. 4ാമത്തെ റക്അത്തിൽ ഞാൻ ഇങ്ങനെ റുകൂയിലും സുജൂദിലൊക്കെ പോയിട്ട് ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് എന്റെ ഉമ്മ വീടിന്റെ വെളിയിൽ വന്നിട്ട് മോനെ സിറാജെ എന്ന് വിളിച്ച അള്ളാടെ മുന്നിൽ കെട്ടിയിരിക്കണ ഈ കൈ അങ്ങോട്ട് അഴിച്ചിട്ട് എന്തേ ഉമ്മ എന്ന് ചോദിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ മുന്നിൽ കെട്ടിയിരിക്കണ സുന്നത്ത് നിസ്കരിക്കാൻ കെട്ടിയിരിക്കണ ഈ കൈ അടിച്ചിട്ട് എന്ത് ചോദിക്കണം? എന്ത് ചോദിക്കണം? ഉമ്മാടെ വിളിക്ക് ഉത്തരം നൽകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇതാ ഉമ്മ, ഇതാ വാപ്പ. വേറെ ആരെങ്കിലും വിളിച്ചാൽ കൈ അടിക്കാൻ പറ്റുമോ?
എടാ ഉമ്മായും വാപ്പാന്ന് പറഞ്ഞാ ഇതാ, ഈ കെട്ടിയിരിക്കണ കൈ തന്നെ അഴിക്കണം, എന്നിട്ട് ചോദിക്കണം എന്തേ നീ വിളിക്ക് ഉത്തരം നൽകണം. പക്ഷേ ജുറൈജ് റളിയല്ലാഹു തആല അൻഹു അത് ചെയ്തില്ല. പക്ഷെ ഉമ്മ വെളിയിൽ നിന്ന് തിരിച്ചുപോയി. പിന്നീട് ഒരിക്കൽ കൂടെ വന്നു മോനെ തേടി, അപ്പോഴും നിസ്കാരം. ഉമ്മ വിളിച്ചു, മോനെ ജുറൈജ്, വിളിക്ക് ഉത്തരവില്ല, തിരിച്ചുപോയി. മൂന്നാമതും വന്നു, മൂന്നാമതും വീടിന്റെ മുന്നിൽ വന്നു, വിളിച്ചു, ഉത്തരം നൽകുന്നില്ല. മോൻ എന്ത് ചെയ്യാണെന്ന് ഉമ്മയ്ക്കറിയില്ല. ഉമ്മയുടെ മനസ്സങ്ങ് വേദനിച്ചു. ഉമ്മയുടെ മനസ്സങ്ങ് വേദനിച്ചു. ഉമ്മ അവിടെ നിന്നുകൊണ്ട് ഒരൊറ്റ വാക്ക് പറഞ്ഞു, അല്ലാ ഇവനെ നീ നാണം കെടുത്താതെ മരിപ്പിക്കല്ലേ അല്ലാ. ഒറ്റ വാക്ക്. രാവണ തള്ളമാരൊക്കെ കേട്ടോ. നിങ്ങൾക്കൊക്കെ ദേഷ്യം കൂടുമ്പോ നിങ്ങളങ്ങ് പറയും, നിങ്ങളെല്ലാം പറയും. അങ്ങനെയാണല്ലോ ചില ഉമ്മമാര്, ഉസ്താദന്മാര് പ്രസംഗത്തിൽ പറയാറുണ്ട്, രണ്ട് മക്കള് പരസ്പരം തമ്മിലടിക്കുക. ഉമ്മ മഗ്‌രിബ് നിസ്കരിച്ചുകൊണ്ടിരിക്കുക നിസ്കാരപ്പായില്. മക്കള് തമ്മിലടിക്കുന്നത് കണ്ടപ്പോ ഈ ഉമ്മ പറഞ്ഞു അത്രേ, അല്ലാഹുവേ ഇതൊന്നും കാണാനിടാതെ എന്നെ അങ്ങ് വിളിച്ചേക്കണേ പടച്ചോനെ. മക്കള് തമ്മിലടിക്കുന്നതൊന്നും കാണാൻ എനിക്ക് വയ്യ, എന്നെ അങ്ങ് വിളിപ്പിച്ചാൽ മതിയായിരുന്നു പടച്ചോനെ. അസ്രായിൽ അപ്പൊ തന്നെ ഇറങ്ങി വന്നു. അങ്ങനെ ചരിത്രം പറയുന്ന ഉള്ളതാണോ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് ഉമ്മമാരും പലപ്പോഴും, എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ്, അള്ളാഹു ഇവിടുത്തെ ഖബറുടെ സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഞാൻ ഒരിക്കൽ അത്തിപ്പറ്റ ഉസ്താദ് ഹയാത്തിൽ ഇരിക്കുമ്പോ കാണാൻ വേണ്ടി പോയി. രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞു. ഉസ്താദിന്റെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു പള്ളി ഒരു ഉസ്താദ് വന്നു. ഒരു ഉസ്താദ് അടുത്തു വന്നു. എന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ പറഞ്ഞു, ഉസ്താദ് എന്റെ മോൻ ഭയങ്കര കുരുത്തക്കേടാ ഉസ്താദ്. അതിനിവിടെ എന്താ പറയാ, അനുസരണ ഇല്ലായ്മയ്ക്ക്. എന്റെ മോന് എന്ത് പറഞ്ഞാലും കേൾക്കത്തില്ല, ഭയങ്കര കുരുത്തക്കേടാ, എന്താ ചെയ്യാ ഉസ്താദ്. സങ്കടത്തോടു കൂടി പറഞ്ഞപ്പോ അത്തിപ്പറ്റ ഉസ്താദ് കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയരുത്, നിങ്ങൾ അങ്ങനെ പറയരുത്. കാരണം നിങ്ങൾ അവന്റെ വാപ്പയാ. നിങ്ങളുടെ നാവ് കൊണ്ട് അവൻ കുരുത്തം കെട്ടവനാ, അവൻ പറഞ്ഞാൽ അനുസരിക്കാത്തവനാ എന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് മലക്കുകൾ ആമീൻ പറഞ്ഞു പോയാ അവൻ അങ്ങനെ ആയി പോകും. നിങ്ങൾ പറയില്ലേ എന്ന്. നമ്മുടെ ഓരോരുത്തരുടെയും വാക്കിന് പോലും വല്ലാത്തവനാ. ആ കാണുന്ന ജുറൈജ് എന്ന് പറയുന്ന ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ ഒറ്റ പറച്ചൽ, അല്ലാഹ് ഇവനെ ഈ ദുനിയാവിൽ നാണം കെടുത്താതെ ഇവനെ നീ മരിപ്പിക്കരുത്. ഉമ്മ ദുആ ചെയ്ത് ഒറ്റ പോക്ക് പോയി. ഒന്നും ജുറൈജ് തങ്ങൾ അറിഞ്ഞില്ല. ജുറൈജ് തങ്ങൾ ഇങ്ങനെ നിസ്കാരമായി എല്ലാരും ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. ജനങ്ങൾ തന്നെ ഒരു കൂടാരം പിടിച്ചു കൊടുത്തു, വലിയ മഹാനല്ലേ. ഇപ്പൊ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ നാട്ടിലെ ഒരു മോശക്കാരിയായ പെണ്ണുണ്ട്. ഓള് വലിയ ഗ്ലാമറ സുന്ദരിയാ. കാരണം സൗന്ദര്യം കൂടി കഴിയുമ്പോ അഹങ്കാരം കൂടും. അവസാനം ജുറൈജ് തങ്ങളെ എത്രയൊക്കെ നോക്കിയിട്ടും പിഴപ്പിക്കാൻ പറ്റണില്ല. ചരിത്രം പറയുന്നു, ഈ പെണ്ണ് ജുറൈജ് റളിയല്ലാഹു തആല അൻഹു ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ മുന്നിൽ വന്നിട്ട് ഉടുതുണി ഉരിഞ്ഞു കാണിക്കും, വസ്ത്രം ഇങ്ങനെ ഉരിഞ്ഞു കാണിക്കും, തന്നെ ആകർഷിപ്പിക്കാൻ. പക്ഷേ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ജുറൈജ് തങ്ങൾ ഒരു പരിഗണനയും കാണിക്കാറില്ല. അവസാനം ഇവള് നാണം കിട്ടാൻ കൂടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് നാട്ടുകാരി കണ്ടു. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ചിലരൊക്കെ കണ്ടോ. ഈ പെണ്ണ് കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞുമായിട്ട് വരിക, ചോര കുഞ്ഞുമായിട്ട് വന്ന് നാട്ടുകാരെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് പറയുന്നു, ഈ കുഞ്ഞിന്റെ വാപ്പ ജുറൈജ. അപ്പൊ പലരും പറഞ്ഞു, ഇവൾക്ക് അവനുമായിട്ട് ബന്ധമുണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ കൂടാരത്തിന്റെ അകത്ത് നിന്ന് പലപ്പോഴും ഈ പെണ്ണ് ഇറങ്ങി പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നാട്ടുകാർ മുഴുവനും ആ കൂടാരം തല്ലിപ്പൊളിച്ചു. ജുറൈജ് തങ്ങളെ പിടിച്ചു നിർത്തി. പെണ്ണു പിടിയൻ ഈ കുഞ്ഞിന്റെ വാപ്പ ജുറൈജാണെന്ന് പെണ്ണു പറയുന്ന നാട്ടുകാരുടെ മുന്നിൽ മുഴുവനും നാണം കിട്ടും. അവസാനം ജുറൈജ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു, എനിക്കൊരല്പ സമയം താ, ഇതിന്റെ സത്യം ഞാൻ തന്നെ തെളിയിക്കാം, ഇതിന്റെ സത്യം എന്താണെന്ന് ഞാൻ തെളിയിക്കാം. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു 2 റക്അത്ത് നമസ്കരിച്ചിട്ട് സുജൂദിൽ കിടന്നിട്ട് ചോദിക്കാം, അല്ലാഹ് ഞാൻ എന്ത് തെറ്റാ അല്ലാഹ് ചെയ്തത്? പടച്ചവനെ നിനക്കറിയാമല്ലോ അല്ലാഹ്, ഞാൻ എന്ത് തെറ്റാ പടച്ചവനെ ചെയ്യണേ? അപ്പോഴാണ് ജുറൈജ് നിങ്ങൾക്ക് ഒരു അശരീരി കേൾക്കുന്നു. ജുറൈജ് ഉമ്മാടെ ദുആയാ, ഉമ്മാടെ ദുആയാ. ഉമ്മയുടെ വിളിക്ക് ഉത്തരം നൽകാതെ ഉമ്മ വീടിന്റെ പുറത്ത് നിന്ന് ചെയ്ത ദുആയാ. ജുറൈജ് നിങ്ങൾ കരയുന്നു, അല്ലാഹ് എനിക്ക് പുറത്തു തരണേ അല്ലാഹ്. കരയുകയാണ്, കിടന്ന് കരയുകയാണ്. പാല് കുടിക്കുന്ന ചോര കുഞ്ഞിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അവിടെ നിന്ന് എഴുന്നേറ്റു, ആ കുട്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞു. ആ പാല് കുടിക്കുന്ന ചോര കുഞ്ഞിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് ആൾക്കാർ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് ജുറൈജ് തങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നു. ഈ കൈയുടെ വിരലെടുത്തിട്ട് പൊക്കളിന്റെ മുകളിൽ വെച്ചു. പൊക്കളിന്റെ മുകളിൽ വെച്ചിട്ട് ചോദിച്ചു, യാ ബുനയ്യ, എ പൊന്നുമോനെ, നിന്റെ വാപ്പ ആരാടാ? എല്ലാരും ചോദിക്കുന്നു, ജുറൈജ് നിനക്ക് ഭ്രാന്തായോ? ഈ പാല് കുടിക്കണ കുഞ്ഞ് സംസാരിക്കൂ?
ഈ ചോര കുഞ്ഞ് സംസാരിക്കുമ്പോ ജുറൈജ് നിനക്ക് എന്താ ഭ്രാന്ത, നീ എന്താ കളിയാക്കണ? ജുറൈജ് റളിയല്ലാഹു തആല അൻഹു രണ്ടാമതും ചോദിച്ചു, മോനെ നിന്റെ വാപ്പയാരാ? ഞാനാണോ? ആ പൊന്നുമോൻ നല്ല പച്ച മലയാളത്തില് നല്ല എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ആ പാല് കുടിക്കുന്ന കുഞ്ഞ് ഉറക്കം കെട്ട് പറഞ്ഞു, എന്റെ വാപ്പ ജുറൈജ് അല്ല, ഈ മലഞ്ചെരുവിലുള്ള ഒരു ആട്ടിടയനാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ ചോര കുഞ്ഞിന്റെ ചരിത്രമാണ് നിങ്ങൾ എടുത്തു നോക്ക്. ചെറുപ്പത്തിൽ പാല് കുടിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പക്വതയെത്താത്ത സമയത്ത് സംസാരിച്ച 8 പേരുണ്ട്. ആ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിസ്കരിക്കുന്ന സമയത്താണെങ്കിലും ഉമ്മ വിളിച്ചാൽ ഉത്തരം നൽകണം. ഉമ്മയുടെ മനസ്സ് വേദനിച്ചാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളുടെ മാതാപിതാക്കളോട് ദുആ ചെയ്യാൻ പറ. അവരുടെ ദുആ നിങ്ങൾ നേടിയാൽ നിങ്ങളുടെ ജീവിത മാർഗം അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ ബറക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം 10:15 ഞാൻ പറഞ്ഞു 5 കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ 5 കാര്യവും നിങ്ങൾ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും പ്രയാസം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒരു 15 മിനിറ്റ് നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഈ ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറഞ്ഞത് എന്തായാലും ചെയ്തിട്ടുമില്ല, നമ്മളൊക്കെ പെട്ടുപോയി. ഇനി രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ? 3 എളുപ്പ വഴികളുണ്ട്. ഈ 3 ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടാം. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അത് പറയണോ വേണ്ടയോ എന്ന് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. എന്ത് വേണം നിങ്ങൾ പറയണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ കൈവയ്ക്കുക. പൈസ ചോദിക്കുമ്പോഴും ഇതുപോലെ പൊക്കണം. ഈ ഇരിക്കണ ഓരോ മുത്താലിമിങ്ങളെ നിങ്ങൾ എടുത്തോണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ ഈ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ ഈ പൊക്കിയ ആത്മാർത്ഥത അപ്പോഴും കാണിക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു 3 എളുപ്പ വഴി പറയാം. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? അല്ലാഹുവേ, ആരൊക്കെ ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ഉറക്ക ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ടോ, മരിക്കുന്ന സമയത്ത് ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന അതേ ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ പോരാ, ഒന്നുകൂടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഈ 3 കാര്യം ചെയ്യൂലേ? ഒരു നിർബന്ധമില്ല. നിനക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. എനിക്ക് നിർബന്ധമൊന്നുമില്ല. എനിക്ക് ബർക്കത്ത് വേണമെങ്കിൽ ഞാൻ ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോ. 3 കാര്യം. 1, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു, യാ ബുനയ്യ ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം യകൂനു ബർക്കത്തൻ അലൈക വഅലാ അഹ്ലി ബൈതിക. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു, അനസ് എന്ന് പറയുന്ന പൊന്നുമോനെ അല്ലാഹുവിന്റെ പ്രവാചകൻ ചെറുപ്പത്തിൽ 3 ഉപദേശമാണ് കൊടുത്തത്. 8 വയസ്സുള്ളപ്പോഴാണ് പ്രിയപ്പെട്ട മാതാവ് മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമോ? തന്റെ പ്രിയപ്പെട്ട മാതാവ് ഉമ്മു സുലൈം അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. പ്രവാചകൻ ഹിജ്റ ചെയ്ത് നാട്ടിലേക്ക് വന്നപ്പോ എല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിലേക്ക് സമ്മാനവുമായി ഓടുകയാണ്. വിലപിടിപ്പുള്ളത് എല്ലാവരും മുത്തുനബിയുടെ ചാരത്ത് കൊണ്ടുപോയി കൊടുക്കുമ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ വീടിന്റെ അകത്തിരുന്ന് കരയുകയാ. അല്ലാഹുവേ, വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ്. ആരാണ് ഉമ്മു സുലൈം എന്നറിയുമോ? സാധാരണ പെണ്ണല്ല. ഈ സദസ്സിലിരിക്കുന്ന പെണ്ണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗ്ഗത്തിൽ വെച്ച് കണ്ട പെണ്ണാ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ, അനസ് ഇബ്നു മാലിക് തങ്ങളുടെ ഉമ്മയായ ഉമ്മു സുലൈം അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗത്തിലൂടെ ഓടുന്നത് കണ്ടതാണ്. മുത്തുനബി പറഞ്ഞ ചരിത്രം നിനക്കറിയുമല്ലോ. ആ ഉമ്മു സുലൈം തന്റെ പൊന്നാര മകനെ
വന്നേ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന് കൊടുക്കാൻ സമ്മാനമില്ലാതെ വന്നപ്പോ ഓടി വന്ന് തന്റെ പൊന്നാര മകനെ കുളിപ്പിച്ചു, പുതുവസ്ത്രം ധരിപ്പിച്ചു, കെട്ടിപ്പിടിച്ചു ചുംബനം കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, തരാൻ എന്റെ കയ്യിലൊന്നുമില്ല നബിയേ, സമ്മാനമായി വിലപിടിപ്പുള്ള ഒന്നുമില്ല നബിയേ, ആകെയുള്ളത് അല്ലാഹുവും അവന്റെ പ്രവാചകനും കഴിഞ്ഞാൽ എനിക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടം എന്റെ പൊന്നുമോൻ അനസിനെയാണ്. എടുത്തോ നബിയേ, ഖാദിമായിട്ടെടുത്തോ നബിയേ. മുത്തുനബിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തപ്പോ അനസ് തങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തത് 3 ഉപദേശമാ. മറക്കരുതെന്ന് പറഞ്ഞു കൊടുത്ത 3 ഉപദേശം. അതിലെ ഒരു ഉപദേശം എന്തെന്നറിയുമോ? റസൂലുള്ളാഹി പറയുന്നു, പൊന്നുമോനെ, നീ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ, ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് നീ കടന്നു ചെന്നാൽ നീ എന്ത് ചെയ്യണമെന്നറിയുമോ? നീ സലാം പറയണേ, നീ സലാം പറയണേ. നീ സലാം പറഞ്ഞ നിനക്കും ആ വീട്ടുകാർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു. ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, നീ നിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിന്റെ വീട്ടുകാരോട് നീ സലാം പറഞ്ഞാൽ നീയും രക്ഷപ്പെടും, ആ വീട്ടുകാരും രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തു പറയണം? എന്തു പറയണം? ഒന്ന് സലാം പറഞ്ഞ നിന്റെ ജീവിതത്തിൽ ബർക്കത്ത് വേണം. എടാ, ഏറ്റവും വലിയ പിശുക്കനാരാ? ഏറ്റവും വലിയ പിശുക്കൻ സലാം 3 രീതിയിൽ, പുതിയ മോഡൽ അനുസരിച്ച് സലാം 3 രീതിയിൽ. 1 അസ്സലാമു അലൈക്കും, 2 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, 3 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സലാം പറയാൻ തന്നെ പിശുക്ക് കാണിക്കണം, പിന്നെ എങ്ങനെ നിനക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യും? സലാം പറയാൻ തന്നെ നിനക്ക് അസ്സലാമു അലൈക്കും നീ അത്രേ പറയത്തുള്ളൂ. അപ്പൊ പിന്നെ നിനക്ക് എങ്ങനെ ബർക്കത്ത്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പറഞ്ഞാൽ പരിപൂർണമായി പറ, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇനി പറ, എങ്ങനെ സലാം പറയണ്ടേ? അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ പറ, ഇല്ലെങ്കിൽ വെറുതെ പറഞ്ഞ് സമയം കളയണ്ട. അതിനെ കളിയാക്കുന്നത് അസ്സലാമു അലൈക്കും എത്രയും സലാം പറയാൻ എല്ലാവർക്കും മടിയാ. സലാം എന്ന് പറഞ്ഞ ദുആയല്ലേ? ദുആയല്ലേ ജിന്നാറ്റുകാരി? എന്താ അർത്ഥം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പരിപൂർണമായി നീ പറ, നീയും രക്ഷപ്പെടും, നിന്റെ വീട്ടുകാരും രക്ഷപ്പെടും. അതെങ്ങനെ? നമുക്ക് അങ്ങനെ ശീലമില്ലല്ലോ, നമുക്ക് അങ്ങനെ ശീലമില്ലല്ലോ. ഇന്നിപ്പോ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാ, വീട്ടിൽ പോയി പെണ്ണുപിള്ള വഴുതേക്കാൻ വന്നിട്ടില്ല, ഈ ഇരിക്കുന്ന താത്താമാര് ഭർത്താവ് വഴുതേക്കാൻ വന്നിട്ടില്ല. താത്ത പടച്ചവനെ ജീവിതത്തിൽ ഇന്ന് വീട്ടിൽ പോകുമ്പോ വിചാരിക്കുക, അല്ലാഹ് ഉസ്താദ് പറഞ്ഞല്ലേ രക്ഷപ്പെടാ, റജബ് മാസമല്ലേ, ബർക്കത്തൊക്കെ വേണ്ടേ. വീട്ടിൽ ചെന്ന് ബെല്ലടിച്ചു, ഭർത്താവ് ഇങ്ങനെ ചാരുകസേരയിൽ ഇറങ്ങി വന്ന് വാതിൽ തുറന്നു. ഉടനെ ഭാര്യ പറയാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഓൻ വിചാരിക്കും ഓക്ക് ശൈത്താൻ എങ്ങാണ്ടോ കൂടിയെന്ന്. കാരണം ആദ്യമായിട്ട് സലാം പറയണം. നിങ്ങളുടെ ഗതി തന്നെ, നിങ്ങൾ ഇരിക്കൊന്നും വേണ്ട, നിങ്ങൾ പോയി പറഞ്ഞ ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോകണമെന്ന് വിചാരിക്കും. ഇപ്പോഴാണെങ്കിൽ നടത്തിക്കൊണ്ടോ, പിന്നെ വണ്ടി വിളിക്കേണ്ടി വരും. കാരണം ജീവിതത്തിൽ നമ്മൾ സലാം പറയാൻ മടി കാണിക്കുന്നവരാ. എന്തേ ചങ്ങാതി സലാം പറയാൻ എത്ര മടി? സത്യത്തിൽ സലാമിന്റെ മഹത്വം നിനക്ക് അറിയാഞ്ഞിട്ടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സലാം പറ, അതും പരിപൂർണമായി പറ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എപ്പോഴും പറയണം സലാം. വീട്ടിലേക്ക്, ഇപ്പൊ നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നു, വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ ആരെങ്കിലും വീട്ടിലില്ല, അപ്പൊ സലാം പറയണോ? പറയണോ? വീട്ടിൽ ആരും ഇല്ലല്ലോ, നിങ്ങളെല്ലാം കുടുംബസമേതം വീടിന്റെ പുറത്തു പോയി തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോ സലാം പറയണോ? സലാം പറയണോ? കട തുറക്കുമ്പോ സലാം പറയണോ? കട തുറക്കുമ്പോ സലാം പറയണോ? വാഹനത്തിൽ കയറുമ്പോ സലാം പറയണോ? പറയണം. എങ്ങനെ സലാം പറയണം? ഹദീസിൽ ഇമാം നബവി തങ്ങൾ പറയുന്നു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്ത് പറഞ്ഞിട്ട് ഇറങ്ങണ്ടേ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്ത് പറഞ്ഞിട്ട് ഇറങ്ങണ്ടേ? വെടി കൊണ്ടതുപോലെ ഇരിക്കുക. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞിട്ട് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയ അല്ലാഹു മലക്കുകളുടെ കയ്യിൽ ഏൽപ്പിക്കും. അല്ലാഹുടെ സൈന്യത്തിനോട് പറയും ഈ വീട് നോക്കിക്കൊള്ളാൻ. രാത്രി കടപൂട്ടിയിട്ട് വരുമ്പോ എന്താ പറയണേ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലാഹനെ ഏൽപ്പിച്ചിട്ടാ വരണേ. അല്ലാഹ് പറയും മലക്കളോട് കാവൽ നിൽക്കാൻ. അപ്പൊ രാവിലെ തുറക്കുമ്പോ സലാം പറയണോ?
മലക്കുകളോട് സലാം പറയണം. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നീ സലാം പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നബി ഉമാമ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഔലൻ നാസി ബില്ലാഹി മൻ ബദഅഹും ബിസ്സലാം. ആരാണോ സലാം ആദ്യം പറയുന്നത് അവൻ അല്ലാഹുവിലേക്ക് അടുത്തവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ജീവിതത്തിൽ ബറക്കത്ത് വേണോ, രക്ഷപ്പെടണോ, ഒന്നാമത്തെ കാര്യം ഇന്നു മുതൽ സലാം പരിപൂർണമായിട്ട് പറയണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? കൈപൊക്കി പാസ്സാക്കി ഇന്ന് മുതൽ ചെയ്യാൻ. അൽഹംദുലില്ലാ. ഇങ്ങനെയാണ് വഅദ കേൾക്കേണ്ടത്. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. രണ്ട് വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. കൈതാഴ്ത്തി. ഡൈനിങ് ടേബിളിന്റെ ചുറ്റിലല്ല, ഡൈനിങ് ടേബിളിന്റെ ചുറ്റിലല്ല. ഭാര്യയും മക്കളും, ഭർത്താവും ഭാര്യയും മക്കളും ഒരുമിച്ച് ഒരു പാത്രത്തിൽ നിന്ന് തിന്നുന്നവരെന്ന് കൈവക്കിക്കേ. നിനക്ക് ബർക്കത്ത് വേണം, കിട്ടും. നീ ഇരുന്ന നിനക്ക് ബർക്കത്ത് വേണം. നീ വിചാരിച്ച് ഓസിന് കിട്ടും. നേരത്തെ വെക്കാൻ പറഞ്ഞപ്പോ രണ്ടും പൊക്കി, ഒരെണ്ണമെങ്കിലും പൊക്കൂന്ന് ഞാൻ വിചാരിച്ചു. നിനക്ക് നിന്റെ വീട്ടിൽ ബർക്കത്ത് വേണം. ബർക്കത്ത് ആകാശത്ത് നിന്ന് അല്ലാഹ് മന്നും സൽവ ഇറക്കിയതുപോലെ ഇറക്കി തരും. കാത്തിരുന്നു. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇജ്തമിഉ അലാ തുആമികും ഉദ്കുറു ഇസ്മല്ലാഹി അലൈഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാ, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്ക്, ബിസ്മി പറഞ്ഞുകൊണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്ക്. എന്റെ സഹോദരങ്ങളോട് ഈ പുത്തനങ്ങാടിയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടി ഇവരോട് പറയുകയാ, ഈ നാട്ടിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വീടേതെന്നറിയുമോ? ഈ നാട്ടിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീടേതെന്നറിയുമോ? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 വീടുകളുണ്ട്. 3 വീടുകൾ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. ആ 3 വീടുകളിൽ മൂന്നാമത്തെ വീടേതെന്നറിയുമോ? ഏത് വീടിന്റെ അകത്താണോ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നത്, ആ വീട്ടിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും. ആ വീട് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വീടാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീട് ഒരു പാത്രത്തിൽ. പണ്ട് ഒരു വീട്ടിൽ ഒരു പാത്രമേ ഉള്ളൂ, എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കും. അതുകൊണ്ട് പാപ്പായും ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹവും ബന്ധമുണ്ടായിരുന്നു, കൂടപ്പുറപ്പുകൾ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. ഇപ്പൊ ഒരു ബന്ധവും ഇല്ല. ഇപ്പൊ കൂടപ്പുറപ്പ് പറയുന്നു, ഞാൻ മരിച്ചാ പോലും നീ വരരുത് എന്റെ വീട്ടിൽ. സ്വന്തം കൂടപ്പുറപ്പാ പറയണത്, മരിച്ചാ പോലും നീ എന്റെ വീട്ടിൽ കയറരുത്. ഭാര്യയും ഭർത്താവും 25 കൊല്ലം ജീവിച്ചു, എന്തോ പറഞ്ഞൊന്ന് പിണങ്ങി. പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തു, എന്റെ ഭർത്താവ് എന്നെ പീഡിപ്പിക്കുന്നു, എന്റെ ഭർത്താവിന്റെ കിളവനായ വാപ്പ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഒറ്റ ദിവസം കൊണ്ട് കഴിഞ്ഞു. എന്തേ കാരണം? ബന്ധമില്ല ചങ്ങാതി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിക്ക്. നമ്മുടെ ഉമ്മ, പണ്ടൊക്കെ ഉമ്മമാരെന്ന് പറഞ്ഞ ഒരു ചട്ടിക്കകത്ത ചോറ്, അന്ന് പിന്നെ വലിയ പാത്രമൊന്നുമില്ല, ഒരു ചട്ടിക്കകത്ത് എല്ലാം കൂടെ അങ്ങോട്ട് വാരി ഇടും. ഒരു കുഴയ സിമെന്റ് കുഴക്കണ പോലെ ഉമ്മ ഇങ്ങനെ അങ്ങോട്ട് കുഴയ്ക്കും. നമ്മളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും. വേണോടാ ഓടിച്ചെല്ലും, വായി തരും. എന്തൊരു സന്തോഷം അറിയൂ. അള്ളാഹു നമ്മുടെ ഉമ്മമാർ മരിച്ചുപോയവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ, ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉമ്മ ഇങ്ങനെ കുഴച്ചു തരുമ്പോൾ നമ്മൾ വാരി വാങ്ങി തിന്നും. ഇല്ലേ, വാപ്പ തന്നാലും തിന്നും, ഉമ്മ തന്നാലും തിന്നും. നിങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ പോകണം. ഇന്നിപ്പോ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ. രാത്രി വീട്ടിൽ പോയിട്ട് മക്കളെ വിളിക്കണം. 15-20 വയസ്സുള്ള മക്കളൊന്നുമല്ല, ഒത്തിരി ബോധമൊക്കെ ഉള്ള 5-6 വയസ്സുള്ള മകന്റെ മുന്നിൽ വെച്ചിട്ട് ചോറ് വാരി ഇട്ടിട്ട് കുഴക്കണം. ഇങ്ങനെ കുഴച്ചിട്ട് ചോദിക്കണം, വേണോടാ? അവൻ പറയും, ഉമ്മ നിന്നോടാ. നിന്റെ മോനോട് വേണോടാ? ഉമ്മ തിന്നോ? കാരണം ഉമ്മ കൈയിട്ടത് വേസ്റ്റാ. ഉമ്മ കൈയിട്ടത് വേസ്റ്റ്. ചിരിക്കണ്. നോക്ക്. പണ്ടങ്ങനെ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് തിന്നും. അല്ലെങ്കിൽ ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി ബർക്കത്തിന് കഴിക്കുന്ന ഒരു കാലം. മുത്തഅല്ലിമീങ്ങള്, ഉസ്താദന്മാര് ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും. കിട്ടാനില്ലാഞ്ഞിട്ടൊന്നുമല്ല, ഉസ്താദ് തിന്നുന്നതിന്റെ ബാക്കി തിന്നാൻ. അതൊരു ബർക്കത്താ മക്കളെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് കുടുംബസമേതം നമ്മൾ ആരെന്നറിയോ? ആഴ്ചയിൽ എപ്പോഴെങ്കിലും പെരിന്തൽമണ്ണയിലോ വളയാഞ്ചേരിയിലോ ഏതെങ്കിലും നഹദിയിലോ മഹദിയിലോ ഒക്കെ പോകും. വലിയ പേരാ, മഹദീമാമിന്റെ ഒക്കെ പേരാ ഇപ്പം കടകൾക്കൊക്കെ. ഏടെങ്കിലും അങ്ങോട്ട് പോയിട്ട് മട്ടൻ മന്തി ചിക്കൻ മന്തി കൊണ്ടങ്ങോട്ട് വെക്കും. അപ്പൊ ഇരുന്ന് തിന്നും.
അപ്പ ഇരുന്നിട്ട് കിണ്ണം. അവിടെ പെണ്ണുമ്പിള്ള ഉണ്ടാവും. കൂട്ടുകാരുടെ കൂടെ പോണത്. കൂട്ടുകാരുടെ കൂടെ പോയിട്ട് പടച്ചവനെ ഇരുന്നങ്ങട്ട് വെട്ടിയങ്ങട്ട് വിടുന്നു. അവന്റെ കൂടെ ഇരുന്ന് തിന്നാനറിയാം. അവന്റെ കൂടെ ഇരുന്ന വലിയ പാത്രത്തിൽ ഇരുന്ന് തിന്നാനറിയാം. പടച്ചവനെ വീട്ടിൽ ആമിന കഞ്ഞിയും പേറുവാ. പെണ്ണുമ്പിള്ളക്ക് കഞ്ഞിയും ചമ്മന്തി, നിനക്ക് ഇവിടെ മട്ടൻ മന്തി. നല്ലതാ. ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോട് 12 കടമയുണ്ട്. അതിലെ 1ാമത്തെ കടമ നീ തിന്നുന്നത് തന്നെ നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നീ കൂട്ടുകാരുടെ കൂടെ പെരിന്തൽമണ്ണയിൽ ഇരുന്നിട്ട് നിന്റെ പണ്ടം നിറയ്ക്കുമ്പോ പെണ്ണുമ്പിള്ളയോട് ചോദിക്കും, ആമിന ഞാൻ ഇത്തിരി മട്ടൻ തിന്നാ, നിനക്ക് വേണോന്നൊക്കെ ചോദിക്കും. അതില്ല. നമ്മളെ വെച്ചെന്ന് പറഞ്ഞാല് ഭർത്താവും ഭാര്യയും തമ്മിൽ പിണങ്ങി, ഭർത്താവും ഭാര്യയും തമ്മിൽ എന്തെങ്കിലും പിണങ്ങി, നീ കൂട്ടുകാരുടെ പോയിരുന്ന് നല്ല കുടിമന്തിയൊക്കെ അടിച്ചിട്ട് വീട്ടിൽ പോകും. ആമിന ഇങ്ങനെയിരിക്കും, കാക്ക ഭക്ഷണം എടുക്കട്ടെ, മൈൻഡ് പോലും ചെയ്യത്തില്ല. അവള് വിചാരിക്കും പാപം പട്ടിണിയാ, എന്റെ ഇക്ക ഒന്നും കഴിച്ചില്ലല്ലോ, ഓളെല്ലാം അടച്ചു വെച്ചിട്ട് കൂടെ വന്ന് കിടന്നുറങ്ങും. നീ പോത്ത് പോലെ കിടന്നുറങ്ങാ ബിരിയാണി തിന്നിട്ട്. ഇതാ അവസ്ഥ. എന്റെ പൊന്നാര ചങ്ങാതിമാരെ, നീ വിചാരിച്ചോ ബർക്കത്ത് വെറുതെ കിട്ടുമെന്നില്ല. ഉസ്താദന്മാരൊക്കെ ബഹുമാന്യന്മാരെ, ഒരു പണ്ഡിതന്മാരും എന്റെ പ്രിയപ്പെട്ടവരെ, അത്തിപ്പറ്റ ഉസ്താദാകട്ടെ, ഏത് ഉസ്താദന്മാരാണെങ്കിലും പാത്രത്തിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അതായിരുന്നു ബറക്കത്ത്. അതുകൊണ്ട് നാളെ രാവിലെ പെരിന്തൽമണ്ണയിൽ പോക്, അല്ലെങ്കിൽ വളാഞ്ചേരിയിൽ പോക്, ഒരു വലിയ പാത്രം വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ഭാര്യയും മക്കളും ഒരുമിച്ചിരുന്ന് ഒരു നേരമെങ്കിലും തിന്നെ. എപ്പോഴും തിന്നണമെന്ന് ഞാൻ പറയണില്ല, എപ്പോഴും കഴിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും നീ ഒരു പാത്രത്തിന്റെ അകത്ത് കൈയിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് കഴിച്ചു നോക്ക്. അന്നറിയാം നിന്റെ ജീവിതത്തിൽ സന്തോഷം എന്താ, സമാധാനം എന്താ, ബറക്കത്ത് എന്താ. അള്ളാഹു നൽകുമാറാകട്ടെ, അള്ളാഹു നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു നേരമെങ്കിലും കഴിക്കുന്ന നിയ്യത്ത് ചെയ്യുന്നവര് കൈവക്ക്. ഇന്ന് മുതൽ കൈവൊക്കെ നിർബന്ധമൊന്നുമില്ല, നിനക്ക് വേണമെങ്കിൽ പൊക്കിയാൽ മതി. ഇല്ല ഉസ്താദെ, നിങ്ങളെ കാലം എത്ര കൊലകൊമ്പന്മാര് അത് പറഞ്ഞിട്ട് ഞാൻ നന്നായിട്ടില്ല. നിങ്ങളെ കാലം എത്രയോ കൊലകൊമ്പന്മാര് ഇങ്ങനെ പറഞ്ഞിട്ടുന്നവരെ മാറ്റിയിട്ടില്ല. ഈ ഇരുത്തം നീ ഇരുന്നോ, വീടിന്റെ അകത്ത് അവസാനം സർവ്വതും നഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കും. ഈ കൊന്ന കൈവക്കാൻ നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും ഒരുമിച്ച് ഒരു പാത്രത്തിൽ നിന്ന് ഒരു നേരമെങ്കിലും കഴിക്കാൻ മനസ്സുള്ളവരെന്ന് തീരുമാനിക്കാൻ പറഞ്ഞപ്പോ ഈ നിന്റെ ഈ ചങ്കുറപ്പുണ്ടല്ലോ, അത് നിന്റെ നാശത്തിനാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, ഉറക്കപ്പറള്ള കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാരണം ഞാൻ പൈസയല്ല ചോദിച്ചത്, എടാ നിന്റെ ഭാര്യയുടെ കൂടെ നിന്റെ മക്കളുടെ കൂടെ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്ക്. അതിനുപോലും മനസ്സില്ലാത്തവന് ബറക്കത്ത് കിട്ടുപോയി എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് തീരുമാനിക്കുന്നവരൊന്ന് കൈപൊക്കിക്കേ. ഇപ്പൊ പൊങ്ങി പലതും അല്ലേ? ഇനി പൊക്കാത്തവൻ പൊക്കണ്ട, അവന്റെ കാര്യം അള്ളാഹ് തീരുമാനിക്കട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. 3 ഞാൻ നിർത്തുകയാ. 3 എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമത്തെ കാര്യം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ സഖതത് ലുഖമത്തുൻ ഇദാ സഖതത് ലുഖമതു അഹദികും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്തുകൊണ്ടാണ് സമ്പന്നന്റെ വീട്ടിൽ ഇത്രയും ദാരിദ്ര്യം വന്നത്? എല്ലാം നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണമെന്താ? ബറക്കത്ത് കിട്ടാനുള്ള മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? താഴെ വീണ ഭക്ഷണം നീ എടുത്ത് കഴിക്കണേ, താഴെ വീണ ഭക്ഷണം നീ എടുത്ത് കഴിക്കണേ. അതിന് അല്ലാഹു ബറക്കത്ത് വെച്ചിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പാത്രത്തിൽ കിടക്കുന്ന ഭക്ഷണമല്ല, താഴെ കിടക്കുന്ന ഭക്ഷണം പരിഗണിക്ക്. ആ താഴെ വീണ ഭക്ഷണത്തെ നീ പരിഗണിക്ക്, അത് നീ എടുത്ത് കഴിക്ക്. അല്ലാഹു അതിൽ ബറക്കത്ത് വെച്ചിട്ടുണ്ട്, അല്ലാഹു അതിൽ ബറക്കത്ത് വെച്ചിട്ടുണ്ട്. അതിനെ നീ നിസാരമാക്കരുത്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ അകത്ത് കടന്നു വന്നപ്പോ ആയിഷ ബീവി ഭക്ഷണം കഴിക്കുകയാണ്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരൽപ്പം ഭക്ഷണം താഴെ കിടക്കുന്നു, ഒരൽപ്പം ഭക്ഷണം താഴെ കിടക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാണ്, മുത്തുനബിയുടെ മുഖമങ്ങ് വാടുകയാണ്. ആയിഷ ആ താഴെ കിടക്കുന്ന ഭക്ഷണം എടുത്ത് കഴിക്കുക. ആയിഷ അത് ഇടത് കൈ കൊണ്ടെടുത്ത് പാത്രത്തിൽ വൃത്തിയാക്കി കഴിക്കുക. ആയിഷ അതല്ല ചെയ്ത നിഅമത്താ, അതല്ല ചെയ്ത നിഅമത്താ. ആ താഴെ കിടക്കുന്ന ഭക്ഷണത്തെ നീ ആ താഴെ കിടക്കുന്ന ഭക്ഷണത്തെ നീ നിന്ദിക്കല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പറയുക
പറയുകയാണ്, ആ താഴെ വീണ ഭക്ഷണത്തിനെ നിന്ദിക്കരുത്, അതിനെ നീ നിസാരമാക്കരുത്. അത് അല്ലാഹു ചെയ്ത നിഅമത്താ, അതിനെ നീ നിസാരമാക്കിയാൽ ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും മിൻ അദാബി ലശദീദ്. എടാ സമ്പന്ന, ഒരുപാട് സമ്പത്തുള്ള നിന്നെ ഇത്രയും ദരിദ്രനാക്കിയതിന്റെ കാരണം എന്തെന്നറിയുമോ? നീയും നിന്റെ ഭാര്യയും മക്കളും ആ താഴെ വീണ ഭക്ഷണത്തിനെ പുച്ഛിച്ചില്ലേ, അതിനെ നിന്ദിച്ചില്ലേ, വേസ്റ്റ് എന്ന് പറഞ്ഞ് അല്ലാഹു ചെയ്ത നിഅമത്തിനെ തള്ളിയില്ലേ? ആ തള്ളിയത് കൊണ്ടാടാ നീ നശിച്ചു പോയത്. ആ താഴെ വീണ അല്ലാഹു ചെയ്ത നിഅമത്തിനെ നീ നിന്ദിച്ചപ്പോ, അതിനെ നീ നിസാരമാക്കിയപ്പോ, അതിനെ വേസ്റ്റ് എന്ന് പറഞ്ഞു വാരിക്കളഞ്ഞപ്പോ, അല്ലാഹു നിന്റെ ജീവിതത്തിൽ ചെയ്ത നിഅമത്ത് തിരിച്ചെടുത്തതാ, അല്ലാഹു ചെയ്ത ബറക്കത്ത് റബ്ബ് തിരിച്ചെടുത്തതാ. അതുകൊണ്ട് താഴെ വീണ ഭക്ഷണം കളയല്ലേ, താഴെ വീണ ഭക്ഷണം കളയല്ലേ, അത് നിങ്ങളെടുത്ത് കഴിക്കണേ. അതിൽ ബറക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, താഴെ വീണ ഭക്ഷണത്തെ നമ്മൾ നിസാരമാക്കും. വേസ്റ്റ് വേസ്റ്റ്. അല്ലാഹു ചെയ്ത നിഅമത്താ, അല്ലാഹു ചെയ്ത നിഅമത്താ. ആ ഒരു നിഅമത്തിനെ നീ നിസാരമാക്കി, നിന്ദിച്ചു, അതിനെ നീ പുച്ഛിച്ച് തള്ളിയപ്പോ അല്ലാഹു നിന്നെ കണ്ണുനീര് കുടിപ്പിക്കാൻ തീരുമാനിച്ചു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, താഴെ വീഴുന്ന ഭക്ഷണം എടുത്തു കഴിക്കണം. അതാണ് ഒരുമിച്ചിരുന്നിച്ചാൽ, ഭാര്യയും മക്കളും എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചാൽ താഴെ വീഴുന്ന ഭക്ഷണം പറക്കിയിടും. താഴെ വീണ ഭക്ഷണം എടുത്തിടും. എന്റെ പ്രിയപ്പെട്ടവരെ, താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിക്കണം, അതിൽ ബറക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടായി ഉസ്താദന്മാരൊക്കെ, ഉസ്താദിനൊക്കെ നല്ല ഓർമ്മയുണ്ട്. ഞങ്ങള് ആൻഡമാനിൽ ഒരു പരിപാടി, അൽഹംദുലില്ലാഹ്, അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. ഉസ്താദ് തിന്നിട്ട് ആ പാത്രത്തിന്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ട് കഴുകി കുടിക്കും. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ആൻഡോമാനിൽ ഒരു പരിപാടിക്ക് ഞാൻ പോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവർ, ഉസ്താദ്, പല ഉസ്താദന്മാരങ്ങനെ ആ തിന്ന് കാരണം എന്തേ, അതിനകത്താ വറക്കത്തിരിക്കണം. നീ വിചാരിച്ചു ഈ തിന്നണമെന്നാണ്. എന്റെ എല്ലാവരും ശ്രദ്ധയോട് കേൾക്കേണ്ട കാര്യം, ഒന്ന്, താഴെ വീണ ഭക്ഷണത്തിൽ ബർക്കത്തുണ്ട്. രണ്ട്, അവസാനത്തെ ഭക്ഷണം, അവിടെയാ നമുക്ക് പഴക്കണേ. നമുക്ക് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളയും, നമുക്ക് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളയും. എന്നാൽ ബറക്കത്തിരിക്കുന്നത് ആ അവസാനം. അതാണ് പാത്രം ഇങ്ങനെ തുടച്ചെടുക്കും, കൈ വിരലുകൾ പോലും മുറിഞ്ചും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്താദന്മാരൊക്കെ കഴുകി കുടിക്കും. അല്ലാഹു അവർക്കൊക്കെ ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവിടുത്തെ ആഫിയത്തും ദീർഘായുസും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, താഴെ വീണ ഭക്ഷണം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ആവശ്യത്തിന് വിളമ്പി കൊടുക്കുക. ആവശ്യത്തിന് കൊടുത്താൽ മതി. രണ്ടാമത് വേണമെങ്കിൽ ചോദിച്ചെടുക്കാം, കുഴപ്പമില്ല. പക്ഷേ ഒരുപാട് വാരി വെച്ചിട്ട് മക്കൾ ഇങ്ങനെ വാരി തിന്നുമ്പോ പുറം ഭാഗത്ത് മുഴുവനും ഭക്ഷണം വീണിട്ട് അതിനെ നീ പരിഗണിച്ചില്ലല്ലോ. പണ്ടുള്ള ഉമ്മമാരെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പെണ്ണുങ്ങളും പണ്ടത്തെ പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം, പണ്ട് കഴിക്കാൻ ഭക്ഷണമില്ല, ഒരല്പം ഭക്ഷണം താഴെ വീണാൽ ഉമ്മ അതെടുത്ത് പാത്രത്തിലിട്ടിട്ട് പറയും, കഴിക്കുമോനെ, ഇതേ ഉള്ളടാ, ഇത് നിന്റെ വാപ്പ രക്തം വിയർപ്പാക്കി ഉണ്ടാക്കിയതാ മോനെ, കളയല്ലേ. ഇന്ന് ഒരു പെണ്ണും അത് പറയാറില്ല, ഇന്നൊരു പെണ്ണും അത് പറയാറില്ല. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് രക്ഷപ്പെടാനുള്ള 3 വഴികൾ. 1, സലാം പരിപൂർണമായി പറയുന്ന നീയും രക്ഷപ്പെടും, മടക്കുന്നവരും രക്ഷപ്പെടും. 2, ഭാര്യ മക്കൾ എല്ലാവരും ഒരുമിച്ച് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്ക്, അല്ലാഹു ബറക്കത്ത് ചെയ്യും. 3, താഴെ വീണ ഭക്ഷണം നിസാരമാക്കരുത്, അത് നിനക്ക് നാശമാ, അത് നീ എടുത്ത് കഴിക്ക്, അല്ലാഹു അതിൽ ബറക്കത്ത് വെച്ചിട്ടുണ്ട്, നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതും കേട്ടതുമൊക്കെ അല്ലാഹു സ്വാലിഹായ ഒരു അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ കരുണക്കടലായ പടച്ച റബ്ബ് അവന്റെ കരുണ കൊണ്ട്, അവന്റെ ഉദാര്യം കൊണ്ട് അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുന്നേറ്റ് അടുത്തിരുന്ന് കസേര എടുത്തുകൊണ്ട് ദുആ ചെയ്യാം. കസേര എടുത്തോ, കസേര എടുത്തിട്ട് എല്ലാവരും അൽഹംദുലില്ലാഹ് ഇനി ദുആ ഒരുമിച്ചിരുന്ന് 40 പേരിൽ കൂടുതലുണ്ട്. ആ മതിലിന്റെ മുകളിൽ ഇരിക്കണവരോ ഒന്ന് ഇറങ്ങു പൊന്നാര ചങ്ങാതി. ഉസ്താദന്മാരൊക്കെ ഇരിക്കണില്ലേ? അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കന്മാരുടെ അനന്തര അവകാശികളല്ലേ ഉസ്താദന്മാര്. തലയുടെ മുകളിൽ ഇരിക്കുന്നത് അത്ര നല്ലതല്ല. കസേര എടുത്തോണ്ടോ, ഇങ്ങോട്ട് കയറി, ഇങ്ങോട്ട് കയറി, അൽഹംദുലില്ലാഹ്, ഇങ്ങോട്ട് കയറി. മൈക്ക് സെറ്റുകാരന്റെ പുറകെ ഇരിക്കണം, എല്ലാം എഴുന്നേൽക്ക്, ഇങ്ങോട്ട് കയറി, വാ വാ, ഇങ്ങോട്ട് അൽഹംദുലില്ലാഹ്.
ദുആ ചെയ്യ് എല്ലാവരും കേറി അൽഹംദുലില്ലാഹ്. 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കട്ടെ. കേറ് അൽഹംദുലില്ലാഹ്. ആ ഇരിക്കണ ചങ്ങായിമാരൊക്കെ കമ്മിറ്റിക്കാരാന്ന് തോന്നുന്നു, ആ വെള്ള തൊപ്പി കെട്ടിരിക്കണത്. കേറ് ഇങ്ങോട്ട് കേറ് അൽഹംദുലില്ലാഹ്. മുത്തല്ലിങ്ങളൊക്കെ കേറ്, എല്ലാവരും ഇങ്ങോട്ട് കേറ് അൽഹംദുലില്ലാഹ്. ഇങ്ങോട്ട് കേറിക്കോ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനായ ഉസ്താദ് അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ പ്രതിഫലം, 2 പ്രതിഫലം ഖുർആനിന്റെ ആയത്തോതി പഠിപ്പിച്ചു തന്നു. അള്ളാഹുവിന്റെ ഇൽമു പഠിക്കുന്ന ഈ മക്കൾ നാടും വീടും വിട്ടിട്ട് ഈ കാണുന്ന സ്ഥാപനത്തിൽ വന്നിട്ട് അൽഹംദുലില്ലാഹ് ഇവരുടെ മക്കൾക്ക് ഇവരുടെ വാപ്പമാർക്ക് പൈസ ഇല്ലാഞ്ഞിട്ടല്ല കൊണ്ടുവിട്ടിരിക്കണേ. എന്റെ പൊന്നാര ചങ്ങാതിമാർ, ഇവരുടെയൊക്കെ വാപ്പമാര് വീട്ടിൽ AC റൂം ഇട്ടിട്ടുണ്ട്, കഴിക്കാൻ നല്ല മന്തിയും എല്ലാം ബിരിയാണിക്കുണ്ട്. എന്നിട്ടും ആ മാതാപിതാക്കൾ ഈ മക്കളെ കൊണ്ടുവന്ന് ഇവിടെ വിട്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിനോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ്, അള്ളാഹുവിന്റെ ദീനിനെ പരിശുദ്ധമായ ഇൽമിനോടുള്ള സ്നേഹം കൊണ്ടാണ് അവരുടെ മാതാപിതാക്കൾ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിരിക്കുന്നത്. 200ഓളം വിദ്യാർത്ഥികൾ, 219 വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മക്കൾ, നിങ്ങൾക്ക് ഇവരുടെ മഹത്വം അറിയുമോ? ഈ മുത്തഅല്ലിമീങ്ങൾ ഉസ്താദന്മാരുടെ മഹത്വമല്ല. ഈ പറയുന്ന ഈ മക്കൾ ആരെങ്കിലും ഈ ശുഹദാ മഖാമിന്റെ പരിസരത്തുകൂടെ ഒന്ന് നടന്നുപോയാൽ, ഈ കാണുന്ന ഖബർസാനിലൂടെ ഈ മക്കൾ ചുമ്മാതെ ഒന്ന് നടന്നുപോയാൽ, ഇവരുടെ ബർക്കത്ത് കൊണ്ട് ഖബറാളികളുടെ ശിക്ഷ പോലും അല്ലാഹു നിർത്തിവെക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ മലക്കുകൾ ചിറക് താഴ്ത്തിയിട്ട് ബഹുമാനിക്കുന്ന വിഭാഗം, അള്ളാഹുവിന്റെ മലക്കുകൾ ചിറക് താഴ്ത്തി ബഹുമാനിക്കുന്ന വിഭാഗം. ഇവർ അള്ളാഹിനോട് ദുആ ചെയ്താൽ നമ്മൾ രക്ഷപ്പെട്ടു, ഇവർ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇവരുടെ ദുആയ്ക്ക് ഉത്തരമുണ്ട്. 210 വരുന്ന വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹു തന്നിരിക്കുന്നു. നമ്മൾ ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടി കുറച്ച് വഅദ് കേട്ടു, പറയുന്നവനും ഇല്ല, കേൾക്കുന്നവനും ഇല്ല. അതാ ഇന്നത്തെ വഅദ്. എടുത്ത് ബഹുമാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അള്ളാഹു അവിടെ ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കും ാകട്ടെ. അള്ളാഹു ദറജകൾ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു മരിക്കുന്ന കാലം വരെ ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനവറുകൾ തന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു, പണ്ട് ചിരിച്ചു കൊണ്ടുവരുന്നവൻ വഅദ് കഴിഞ്ഞു പോകുമ്പോ കരഞ്ഞുകൊണ്ടുപോകും. പണ്ടൊരാള് ചിരിച്ചുകൊണ്ട് വഅദിന്റെ സദസ്സിൽ വന്നാൽ തിരിച്ചു പോകുമ്പോ കരഞ്ഞുകൊണ്ട് പോകും. ഇപ്പൊ കാലത്ത് കരഞ്ഞുകൊണ്ട് വരുന്നവനും വഅദ് കേട്ട് തിരിച്ചു പോകുമ്പോ ചിരിച്ചോണ്ടാ പോണത്രേ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇന്നത്തെ വഅദ് എങ്ങനെ, ഇന്നത്തെ വഅദ് എങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ. ഞാൻ ഇങ്ങനെ ചിന്തിച്ച് അടുത്തൊരു ചെറിയൊരു കഥ കേട്ടു. ഒരു ക്രിസ്ത്യാനിയായ ഒരു അച്ഛൻ പള്ളിയിൽ 30 വർഷം ദഅവത്ത് നടത്തി. പള്ളിയിൽ അച്ഛൻ 30 വർഷക്കാലം നാട്ടുകാർക്ക് മുഴുവനും ദൈവത്തെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് നടന്നു. ആ നാട്ടിൽ ഒരു കള്ളുകുടിയനായ ഓട്ടോ ഡ്രൈവർ ഉണ്ട്. വലിയ സ്പീഡ്, അവന് ഓട്ടോ ഡ്രൈവറാണ്, വലിയ സ്പീഡാ, വെള്ളമടിക്കും. ഈ അച്ഛൻ 30 കൊല്ലം ദഅവത്ത് നടത്തി. അങ്ങനെ ഇവര് രണ്ടുപേരും ദൈവത്തിന്റെ മുന്നിലെത്തിയപ്പോ ദൈവം ആ കള്ളുകുടിയനോട് പറഞ്ഞു, നീ സ്വർഗത്തിൽ പൊക്കോളാൻ. ആ ഓട്ടോ ഡ്രൈവറായ കള്ളുകുടിയനോട് ദൈവം പറഞ്ഞു, ഇത്ര നീ സ്വർഗത്തിൽ പൊക്കോളാൻ. അപ്പൊ ഈ അച്ഛൻ ചോദിച്ചു, ദൈവമേ, ഞാനല്ലേ 30 വർഷം ജനങ്ങൾക്ക് മുന്നിൽ നിന്നെ കുറിച്ച് പറഞ്ഞു കൊടുത്തത്, എന്നെയല്ലേ ആദ്യം സ്വർഗത്തിൽ വിടേണ്ടത്? അപ്പൊ അച്ഛനോട് ദൈവം പറഞ്ഞു, അത്രേ, നീ 30 കൊല്ലം പ്രസംഗിച്ചപ്പോ നാട്ടുകാർ മൊത്തം ഇരുന്ന് ഉറങ്ങുമായിരുന്നു, അവർക്കാർക്കും എന്നെ കുറിച്ചൊരു ഓർമ്മയില്ല. 30 വർഷം നിങ്ങൾ പ്രസംഗിച്ചപ്പോ എന്നെ കുറിച്ച് ആർക്കും ഓർമ്മയുന്നില്ല, എല്ലാവരും ഉറങ്ങുമായിരുന്നു. പക്ഷെ ഈ കള്ളുകുടിയനുണ്ടല്ലോ, ഇവന്റെ ഓട്ടോയ്ക്കകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ കേറിയ ഇറങ്ങുന്നത് വരെ ദൈവമേ 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്തേ? ഇവൻ പറക്കാം. ഇവൻ 120 ഓട്ടോ കള്ളും കുടിച്ചിട്ട് ഓട്ടോ ഓടിക്കാതെ ചില ബസ്സിൽ കയറിയിരുന്ന ആയത്തെക്കുറിച്ച് നമ്മൾ, ചില വണ്ടിക്കകത്ത് കയറിയ ചില ചെറുപ്പക്കാരുടെ പുറകെ കയറിയിരുന്നാ പറയും, മോനെ ഒന്ന് നിർത്തും, അസ്സലാമു അലൈക്കും, പൊക്കോ, നീ ഇറങ്ങും. അപ്പൊ ഈ ഓട്ടോക്കാരന്റെ ഓട്ടോയ്ക്കകത്ത് ആര് കയറിയാലും അവൻ ദൈവത്തെ വിളിച്ചോണ്ടായിരിക്കണം ഇറങ്ങുന്നത് വരെ. അപ്പൊ ഏറ്റവും കൂടുതൽ ദൈവത്തെ വിളിപ്പിച്ചത് ഇവനാ, അതുകൊണ്ടാ അവന് സ്വർഗം കൊടുത്തേന്ന്. അള്ളാഹു എന്റെ വയൽ അങ്ങനെ ആക്കാതിരിക്കുമാറാകട്ടെ. അതാണ് ഇന്നത്തെ വയൽ. ഞാൻ അതാ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് പോകുമ്പോ എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ട് പോകും. ജീവിതത്തിൽ അതേ ഉള്ളൂ. അവസാനമായി
അവസാനമായി നമുക്ക് രക്ഷപ്പെടാൻ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു നന്മയേ ഉള്ളൂ. അതുകൊണ്ട് 210 മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഒരു കുട്ടിക്ക് ഒരു വർഷം 20,000 രൂപ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളെ പിടിയാ ഞാനില്ല, നിങ്ങൾ ആരെയും പിടിയാ ഞാനില്ല. പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ 210 മക്കൾക്കും ഒരു ദിവസം നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. ഈ 200 ഒരു വിദ്യാർത്ഥി ഏറ്റെടുത്താൽ അവനിൽ തീരും. ഒരു വിദ്യാർത്ഥി ഏറ്റെടുത്താൽ ഒരാളിൽ തീരും. പക്ഷേ ഈ 210 മക്കൾക്കും ഒരു ദിവസം ഭക്ഷണം കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ ഈ 210 പേരുടെയും ദുആ നമുക്ക് കിട്ടും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരും വെറുതെ തരണ്ട, ആരും വെറുതെ തരണ്ട. ഓസിന് ആരും ഒന്നും കൊടുക്കണ്ട. അല്ല പറഞ്ഞു, ഞാൻ തരാം പ്രതിഫലം. അല്ല പറയുകയാ, ഞാൻ തരാം. അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണ്? വയുതഇമൂന ത്വഅമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ إنا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم. അല്ലാഹു പറഞ്ഞ പ്രതിഫലമാണ് ഇത്. അല്ലാഹു പറഞ്ഞ പ്രതിഫലമാണ്. ഖുർആനാണ് പറയുന്നത്. فوقاهم الله شر ذلك ഏറ്റവും ശർറായ ദിവസം, ഏറ്റവും ഭയാനകമായ ദിവസം, ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്ന പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ. ഉടുതുണിയില്ലാതെ ജനങ്ങൾ വിയർക്കുന്ന കോടതിയുണ്ടല്ലോ. ചൂടുള്ള നാളുണ്ട്, ഖിയാമത്ത് നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള. വൻദോഷ വണ്ടിയുമായി വരുന്നേ കാളാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്നാൽ കോള. മോനെ, മണ്ണിൽ നിന്ന് കല്ല് വെട്ടിയെടുത്തിട്ട് അതിങ്ങനെ അടുക്കി വെച്ചിട്ട് പച്ചവിറക് കത്തിക്കുന്ന ചൂള നീ കണ്ടിട്ടുണ്ടോ? ഒന്നുമല്ലടാ, ഒന്നുമല്ലടാ. ചുമട് വലിച്ചു കൊണ്ടുവരുന്ന കാളയുണ്ടല്ലോ, അതിന്റെ വായിൽ നിന്നും പതയും നൊരയും ഒലിക്കുന്നത് നീ കണ്ടിട്ടില്ലേ? അല്ലാ, പെങ്ങളെ അടുപ്പില് ചോറ് വെച്ച് തിളപ്പിക്കുമല്ലോ. നീ ചോറ് വെച്ച് തിളയ്ക്കുമ്പോ അതിങ്ങനെ തിളച്ചു മറിയുന്നത് കാണുമല്ലോ. അല്ലാ, ഈ തലയോട്ടിക്കകത്ത് കിടക്കുന്നത് തിളച്ചു മറിയുന്ന ദിവസമാ. നീ പറയും, ഉസ്താദേ പ്രസവത്തിന് മരണവേദനയാ. ഒരിക്കലും പറയരുത്. പ്രസവത്തിന് മരണവേദനയല്ല, പ്രസവത്തിന് മരണവേദനയല്ല. പ്രസവത്തിന് മരണവേദനയുടെ ഒരു അംശമേ ഉള്ളൂ. അത് മരണത്തിന്റെ ഒരംശമാണ്. പക്ഷേ അതിന് വല്ലാത്ത വേദനയാണ്. പ്രസവ വേദന അനുഭവിച്ച പെങ്ങള് അല്ലാഹുവിന്റെ കോടതിയിൽ എങ്ങാനും ഒരു ഗർഭിണി ഉണ്ടെങ്കിൽ അവൾ അറിയില്ല ഉമ്മ. പ്രസവിച്ചാൽ അറിയൂല, പ്രസവിച്ചാൽ അവൾ അറിയൂല. അങ്ങനത്തെ ഭയാനകമായ ദിവസം 210 ഇൽമു പഠിക്കുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുത്ത നീ പേടിക്കണ്ട. നീ എന്തിനാ ഭയപ്പെടുന്നത്? നീ എന്തിനാ ഭയപ്പെടുന്നത്? നീ ഒരിക്കലും ഭയപ്പെടണ്ട. മറ്റൊരു ഹദീസ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പടച്ചവനെ, ഖബറിന്റെ അകത്ത് നിന്ന് ഒരു വിഭാഗം എഴുന്നേൽക്കുകയാണ്. അവര് പറക്കുകയാ, അവര് പറക്കുകയാ. അവര് പറന്ന് സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ
മലക്ക് ചോദിക്കുന്നു, നീ ആരാ, നീ ആരാ, ഇത്ര പെട്ടെന്ന് വന്നല്ലോ. ഹൽ റഅയ്തു ഹിസാബ്, ഹൽ റഅയ്തു സിറാത്ത്, നീ സിറാത്ത് കടന്നോ, നീ നരകം താണ്ടിയോ, ഇത്ര പെട്ടെന്ന് നിന്റെ വിചാരണ കഴിഞ്ഞോ, എങ്ങനാ മോനെ ഈ പ്രതിഫലം അല്ലാഹു നിനക്ക് നൽകിയത്? പറയാൻ കഴിയണം, അല്ലാഹുവിന്റെ നൂറായ ഇൽമു പഠിക്കുന്ന 210 മക്കൾക്ക് ഒരു ദിവസം ഭക്ഷണം കൊടുത്തതിന് അല്ലാഹു എനിക്ക് തന്നതാ, അല്ലാഹു എനിക്ക് തന്നതാ. പാപ്പാ എന്തിനാ സമ്പാദിച്ചു കൂട്ടിവെക്കുന്നത്? നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പോലും നിന്റെ പൊന്നുമോൻ അറിയില്ലല്ലോ. 10-20 കൊല്ലം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് 10-25 കൊല്ലം തന്റെ പൊന്നാര മകനെ പൊന്നുപോലെ വളർത്തിയ വാപ്പാ, നിന്റെ മയ്യത്ത് വീടിന്റെ സൈഡിലെടുത്ത് മലർത്തി കിടത്തുമ്പോ നിന്റെ പൊന്നാര മകന് കൈകെട്ടി നിൽക്കാനല്ലാതെ നിന്നെ ഒന്ന് കുളിപ്പിക്കാൻ പോലും അറിയില്ലല്ലോ. പടച്ചവനെ, മയ്യത്ത് കുളിപ്പിക്കുമ്പോ മയ്യത്തിന്റെ ശരീരത്ത് വെള്ളം വീഴുമ്പോ വല്ലാത്ത വേദനയാ. അതുകൊണ്ടാണ് മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്നവരെ കുളിപ്പിക്കാവൂ, മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്നവരെ കുളിപ്പിക്കാവൂ. കാരണം മയ്യത്തിന്റെ ശരീരത്തിന് വല്ലാത്ത വേദനയാ. അപ്പം മക്കള് കുളിപ്പിക്കുന്നതിനേക്കാൾ സൂക്ഷ്മതയോടെ ആരാ കുളിപ്പിക്കുക? നിരന്നിരിക്കുന്ന വാപ്പാ, 40, 50, 60, 70 വയസ്സുള്ള ഉപ്പാ, നൊന്തു പ്രസവിച്ച കണക്ക് പറയുന്ന പെണ്ണേ, നിന്റെ പൊന്നുമോള് നിന്നെ കുളിപ്പിക്കുമോ? അവക്കറിയില്ലല്ലോ. അതിനും നാട്ടുകാര് വേണം, അതിനും കുടുംബക്കാര് വേണം. പടച്ചവനെ, കഫം പൊതിയാ നിന്റെ മക്കൾക്കറിയോ? നീയല്ലേ കുളിപ്പിച്ചൊരുക്കിയത്. അല്ലാ, വെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ, നിസ്കരിക്കാൻ പോകാ, കല്യാണ വീട്ടിൽ പോകാ, ഉമ്മ കുളിപ്പിച്ചിട്ട് പുതുവസ്ത്രങ്ങൾ ധരിപ്പിച്ചു തന്നില്ലേ? ഉപ്പാനെ അവസാനമായിട്ട് നിനക്കൊന്ന് കുളിപ്പിക്കാൻ പറ്റുമോ? വാപ്പയെ പടച്ചവരെ, നമ്മളൊക്കെ ഉപ്പ കല്യാണം കഴിച്ചപ്പോ ഉപ്പാനെ ഒരുക്കാൻ നമ്മളില്ലായിരുന്നല്ലോ. ഉപ്പ മണിയറയിൽ പോയപ്പോ, ഉമ്മ മണിയറയിൽ പോയപ്പോ നമുക്കാർക്കും ഒരുക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല. പക്ഷേ മണ്ണറയുന്ന മണിയറയിലേക്ക് വാപ്പ പോകുമ്പോ കുളിപ്പിക്കണ്ടേടാ പൊന്നുമോനെ, ഉപ്പാനെ നല്ലതുപോലെ ഒന്നൊരുക്കണ്ടേ, ഉപ്പാന നല്ലതുപോലെ. പടച്ചവനെ, പള്ളിപ്പറമ്പിലെ കബറിലേക്ക് പോകുമ്പോ ഉപ്പാനെ എടുത്ത് വെച്ച് സുറുമ തേച്ച് ഉപ്പാടെ കയ്യിലെ നഖത്തിന്റെ അടിയിലെ അഴുക്കുകൾ എടുത്തു കഴിഞ്ഞ് ഉപ്പാടെ ശരീരം മുഴുവനും അവിടെ ഇവിടെയൊക്കെ പഞ്ഞി വെച്ച് ഉപ്പാന്റെ താടിയൊക്കെ നല്ലതുപോലെ ചീകി ഉപ്പാനെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് പാടശരീരത്ത് സുഗന്ധമൊക്കെ തേച്ച് പള്ളിപ്പറമ്പിലെ പുതിയ ആപ്പിളയാക്കാം പറഞ്ഞു വിടാൻ അറിയുന്ന എത്ര മക്കളുണ്ട്. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിന്റെ ചാരത്ത് പോയി നിന്നൊരു യാസീൻ ഓതാൻ പോലും സമയമില്ലാത്ത കാലവാ. ആർക്കാ വെള്ളിയാഴ്ച പള്ളിയിൽ പോകും, നിസ്കാരം കഴിഞ്ഞ് ഇമാമ് സലാം വീട്ടി ദുആ ചെയ്ത് സലാം പറയുന്നത് പടച്ചവനെ ഗേറ്റിന്റെ ഭാഗത്ത് നിന്നാണ്. പാപ്പാടെ ഖബറെവിടാണെന്ന് പോലും അറിയാത്ത മക്കളുടെ കാലവാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കള് നിങ്ങളെ മറന്നാലും ഈ 210 മക്കള് നിങ്ങളെ മറക്കൂല. മരിക്കുന്ന കാലം വരെ ദുആ ചെയ്യും, അല്ലാഹ് ആരൊക്കെ എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ടോ? പഠിക്കുന്ന കാലത്ത് ഉസ്താദന്മാര് മുഴുവനും ഇരിക്കണ ഓരോ പണ്ഡിതനും ദുആ ചെയ്യുമ്പോ പറയും, അല്ലാഹ് പഠിക്കുന്ന കാലത്ത് എന്നെ സഹായിച്ചവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്.